അമേരിക്കയും ചൈനയും തമ്മിൽ വ്യാപാര രംഗത്ത് വലിയ യുദ്ധവും തർക്കങ്ങളും നടക്കുന്നതിനിടയിൽ ഒരുപക്ഷെ ചൈനയുടെ സമ്പദ് വ്യവസ്ഥയിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അമേരിക്കയുടെ പ്രതിരോധത്തെ ചെറുത്ത് നിൽക്കുന്ന രീതിയിലുള്ള തന്ത്രങ്ങൾ മെനഞ്ഞ് ചൈന മുന്നേറുന്നു എന്നാണ് കണക്ക്. കഴിഞ്ഞ ഒരു ക്വാർട്ടറിലെ കുതിപ്പിൻ്റെ കണക്കുകൾ നോക്കിയാൽ ഒരുപക്ഷെ ചൈന മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ചും കയറ്റുമതിയിലും അതുപോലെ തന്നെ ആഭ്യന്തര ഉൽപ്പാദനത്തിലും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് മുതൽ മുടക്ക് നടത്തിയും ചൈന ഏത് വിധേനയും പിടിച്ചു നിൽക്കാനുള്ള ശ്രമങ്ങൾ വിജയകരമായി മുന്നോട്ട് പോകുന്നു എന്ന് കാണാം. ചൈനയ്ക്ക് കഴിഞ്ഞ മാസങ്ങളിലുണ്ടായ വ്യാപാര വളർച്ച കണക്കിലെടുക്കുമ്പോൾ മുൻ വർഷത്തെ 4.1% വളർച്ചാ നിരക്ക് ഈ വർഷവും നേടാൻ അത്ര പ്രയാസമുണ്ടാകില്ല എന്നും സാമ്പത്തിക വിദഗ്ധർ കരുതുന്നു. ഇതേസമയം ചൈന കൂടുതൽ വൻകിട ഫാക്ടറികളിലും അതുപോലെ വൻകിട പ്രോജക്റ്റുകളിലും ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഉണ്ടാക്കി കൂടുതൽ വ്യാപാര മേഖലകളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിൽ ശ്രദ്ധിക്കുന്നുവെന്നാണ് കണക്കുകൾ പറയുന്നത്. അതേസമയം യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ അമേരിക്കയിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി കൺസ്യൂമർ മാർക്കറ്റ് ഉൾപ്പെടെയുള്ള വിപണികളിൽ ഉൽപ്പന്നങ്ങൾ ശരിയായ വിധം വരാത്തത് മൂലം പ്രൈസ് റൈസ്, പ്രത്യേകിച്ചും ഭക്ഷ്യവിഭവങ്ങളുടെ വിലക്കയറ്റം വലിയ വിഷമങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 മാസം ഫെബ്രുവരി മുതൽ പ്രത്യേകിച്ചും അമേരിക്കൻ മാർക്കറ്റിൽ ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം അത്യുന്നതിയിലാണ്. ജൂൺ മാസത്തിൽ തന്നെ കൺസ്യൂമർ പ്രൈസ് 2.7% ഉയർച്ചയാണ് ഉണ്ടായത്. അത് ജനങ്ങൾക്ക് വളരെ പ്രയാസമുണ്ടാക്കുന്നുണ്ട്. അതിന് തൊട്ട് മുമ്പത്തെ മാസം 2.4% കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൽ വളർച്ചയുണ്ടായിരുന്നത്. അടിസ്ഥാന ഭക്ഷ്യവിഭവങ്ങളിൽ വിലക്കയറ്റം ഉണ്ടാകുന്നത് മൂലം സാധാരണ ജനങ്ങൾക്ക് വലിയ സമ്മർദ്ദമാണ് ഉണ്ടാകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ അവിടെ നിന്ന് കാണിക്കുന്നത്. ഫെബ്രുവരി മുതൽ ഇത്തരത്തിലുള്ളൊരു ട്രെൻഡ് ഏതായാലും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അമേരിക്കയിലെ ഭക്ഷ്യവിഭവങ്ങൾ പ്രത്യേകിച്ചും ഒന്ന് നോക്കൂ, മുട്ട പോലുള്ള അടിസ്ഥാന ഭക്ഷ്യവിഭവത്തിന് പോലും കഴിഞ്ഞ മാസങ്ങളിൽ വലിയ വിലവർധനമാണ് ഉണ്ടായത്. ഇപ്പോൾ $3.77 ഒരു ഡസൻ മുട്ടയ്ക്ക് അമേരിക്കയിലെ വില. അത് മുൻകാലങ്ങളുണ്ടായതിനേക്കാൾ വളരെ കൂടുതലാണ്. ഇതിൻ്റെ മുഖ്യ കാരണമായി പറയപ്പെടുന്നത് അമേരിക്കയിലേക്ക് മുട്ട കയറ്റുമതി ചെയ്യുന്ന ടർക്കി, സൗത്ത് കൊറിയ എന്നീ രാജ്യങ്ങളുടെ മേൽ അമേരിക്ക വ്യാപാര ചുങ്കത്തിൻ്റെ സമ്മർദ്ദങ്ങൾ വീഴ്ത്തിയത് മൂലം ഇവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ വരവ് കുറയുന്നതും അത് ആഭ്യന്തര വിപണിയിൽ ഉൽപ്പന്നങ്ങൾക്ക് മുട്ടയുടെ വില കൂടാൻ കാരണമാവുകയും ചെയ്തു എന്നാണ്. സൗത്ത് കൊറിയയും ടർക്കിയുടെയും മേൽ 10-26% താരിഫുകൾ ഉണ്ടാകുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ആ രാജ്യങ്ങളിൽ ഉള്ള ഉൽപ്പാദകരിൽ നിന്ന് കൂടുതൽ കയറ്റുമതി ചെയ്യാനുള്ള വിമുഖത കാണുന്നുവെന്നും കാണാം. പക്ഷേ അമേരിക്ക പല തന്ത്രങ്ങളും ചൈനയ്ക്ക് മേൽ നടത്താൻ ശ്രമിച്ചെങ്കിലും പലതും മേശാതെ വന്ന് പിന്തിരിഞ്ഞ് നിൽക്കേണ്ട കാഴ്ചയാണ് ട്രംപിനെയും അമേരിക്കയെ സംബന്ധിച്ച് കാണാൻ കഴിയുന്നത്. അമേരിക്കയിലേക്ക് വൻതോതിൽ കയറ്റുമതി ചെയ്യപ്പെട്ടിരുന്ന AI ചിപ്പുകൾ, പ്രത്യേകിച്ചും NVIDIA പോലുള്ള കമ്പനികൾ സൃഷ്ടിക്കുന്ന മൈക്രോ ചിപ്പുകൾ ചൈനയ്ക്ക് നൽകുന്നത് പൂർണ്ണമായി നിർത്തിവെക്കാൻ ട്രംപ് മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ കമ്പനികളുടെ സമ്മർദ്ദങ്ങൾ കാരണം ഇതിന് അയവ് വരുത്തേണ്ടി വന്നു. ഇത്തരത്തിലുള്ള AI ചിപ്പുകൾ ചൈനയിൽ കൊണ്ടുവന്ന് അത് പുനഃക്രമീകരണം നടത്തി പുതിയ ഉൽപ്പന്നങ്ങളാക്കിയാണ് പലപ്പോഴും യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും തിരിച്ചു കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ തിരിച്ചത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് വന്നില്ലെങ്കിൽ അമേരിക്കയിലെ വൻകിട ഉൽപ്പാദന കമ്പനികൾക്ക് വലിയ ക്ഷാമം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചൈന അമേരിക്കയുടെ സമ്മർദ്ദങ്ങളെ എല്ലാ രീതിയിലും എങ്ങനെ കൗണ്ടർ ചെയ്യാമെന്നുള്ള ആലോചനയിലും പ്രവൃത്തിയിലുമാണ്. പ്രത്യേകിച്ചും വലിയ ടെക്നോളജി ഏരിയസ് ആയിട്ടുള്ള മാനുഫാക്ചറിങ്, ഇലക്ട്രിക്കൽ വെഹിക്കിൾ ബാറ്ററീസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ്, അസംസ്കൃത വസ്തു ചൈനയിൽ നിർമ്മിക്കുന്നത് ലോകത്തെ ഏതെങ്കിലും രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യുന്നത് നിയന്ത്രിക്കുകയും പൂർണ്ണമായി നിർത്തലാക്കുകയും ചെയ്യാനായി ചൈന ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് മുഖ്യമായും തട്ടുകിട്ടിയത് യൂറോപ്യൻ യൂണിയനിലും അതുപോലെ തന്നെ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലും ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് നിർമ്മിക്കാനായി വമ്പൻ പദ്ധതി ഇട്ടിരുന്ന കമ്പനികൾക്ക് ഈ ഉൽപ്പന്നങ്ങൾ കിട്ടാതെ അവർ ഉഴലുകയാണ്. അത് ഒരുപക്ഷെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയും യൂറോപ്യൻ സമ്പദ് വ്യവസ്ഥയും വളരെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു. ചൈന വളരെ സ്ട്രാറ്റജിക്കായി, തന്ത്രപരമായി ഏത് ഉൽപ്പന്നങ്ങൾ എങ്ങനെ നിയന്ത്രിക്കണം എന്ന ഒരു കണക്കുകൂട്ടലിലൂടെ വ്യാപാര രംഗത്ത് അമേരിക്കയുടെ ആക്രമണങ്ങളെ തന്ത്രപരമായി നേരിടുകയാണ്. ഇതിനിടയിൽ പല രാജ്യങ്ങളും ചൈനയുമായി അടുക്കാനും വ്യാപാര ബന്ധങ്ങൾ ഉണ്ടാക്കാനും അമേരിക്കയുടെ സമ്മർദ്ദങ്ങളിൽ നിന്ന് പുറത്തു വരാനും ശ്രമിക്കുന്നുണ്ട്. ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ആന്റണി അൽബനീസി ചൈനീസ് പ്രസിഡന്റായിട്ടുള്ള ഷീ ജിൻപിങ്ങിനെ കണ്ട് കൈകൊടുത്ത് ചർച്ചകൾ നടത്തിയിരുന്നു. മുഖ്യമായും ഓസ്ട്രേലിയയും ചൈനയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ ദൃഢപ്പെടുത്താനും ഓസ്ട്രേലിയയ്ക്കും ചൈനയിലുമുള്ള വിപണികളിലേക്ക് കൂടുതൽ ഉൽപ്പന്നങ്ങൾ
കയറ്റുമതിയും ഇറക്കുമതിയും ചെയ്യുവാനുള്ള തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും വലിയൊരു സംഭവവികാസം അമേരിക്ക ഇന്ത്യയെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രേഡ് പാർട്ട്ണർ, വ്യാപാര പങ്കാളി ഇന്തോനേഷ്യയുമായി നടത്തിയ വ്യാപാര ചർച്ചകളും അതിന്റെ ഫൈനലൈസേഷനുമാണ്. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോ പറഞ്ഞത് അമേരിക്ക നെഗോഷിയേറ്റ് ചെയ്യാൻ, ചർച്ചകൾ നടത്താൻ വളരെ ടഫായിട്ടുള്ള, കഠിനമായിട്ടുള്ള ഒരു പങ്കാളിയായിട്ടാണ്. അമേരിക്ക നടത്തിയ സമ്മർദ്ദത്തെ ആഴ്ചകളും ദിവസങ്ങളും നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഇന്തോനേഷ്യ ഒരുവിധം തങ്ങൾക്ക് അധികം മുറവേൽക്കാതെ ഒരു പരിസമാപ്തിയിൽ കൊണ്ടുവരാൻ കഴിയും. ഇന്തോനേഷ്യയുടെ മേൽ 32% താരിഫ് ഉണ്ടാകും എന്ന ഭീഷണിയുമായിട്ടാണ് ട്രംപ് ഇന്തോനേഷ്യയെ ചർച്ചയ്ക്ക് വിളിച്ചത്. ഈ ചർച്ചകളുടെ അവസാനം 19% എന്ന നിലയിലേക്ക് സെറ്റിൽ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്തോനേഷ്യയുടെ വിജയം. എന്നാൽ ചില ഡാമേജുകളും ഇന്തോനേഷ്യയ്ക്ക് ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. അമേരിക്ക മുഖ്യമായും താരിഫിൻ്റെ നിരക്ക് നിശ്ചയിക്കുന്നതിനൊപ്പം തന്നെ അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ പങ്കാളി രാജ്യത്തിലേക്ക് എങ്ങനെ വിപണിയിലേക്ക് കടത്തിവിടാം എന്നുള്ള ചിന്തയും സമ്മർദ്ദവും കൂടി ചെലുത്തുന്നുണ്ട്. ഇതിൻ്റെ ഫലമായി ഒരുപക്ഷെ ബോയിങ് വിമാനങ്ങളും അതുപോലെ തന്നെ എനർജി മേഖലയിലും ഫാം മേഖലയിലുമുള്ള ഉൽപ്പന്നങ്ങളും ഇന്തോനേഷ്യയിലേക്ക് കടത്തിവിടാനുള്ള വഴികളും അമേരിക്ക വ്യാപാര ചർച്ചകൾ നടക്കുകയും അത് ഇന്തോനേഷ്യയെ കൊണ്ട് സമ്മതിപ്പിക്കുകയും ചെയ്തു. ഇത് ഇന്തോനേഷ്യയ്ക്ക് ഒരുപക്ഷെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയും ഡൊമസ്റ്റിക് മാർക്കറ്റും ഡൊമസ്റ്റിക് ഉൽപ്പാദകർക്കും അതീവ സമ്മർദ്ദമുണ്ടാക്കുന്ന ഒന്നാണ്. എന്നാലും ഇന്തോനേഷ്യ ഒരുവിധം ആശ്വസിക്കുന്നതിന് കാരണം 32% പോലുള്ള വമ്പൻ താരിഫ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച അമേരിക്കയെ അനുനയിപ്പിച്ച് 19% ഫിക്സ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഇന്തോനേഷ്യയെ സംബന്ധിച്ച് വലിയൊരു വിജയമാണ്. ബാങ്ക് ഓഫ് ഇന്തോനേഷ്യയും അതുപോലെ തന്നെ GDP ഫോർകാസ്റ്റ് ചെയ്യുന്ന ഏജൻസികളും ഇന്തോനേഷ്യൻ ഇക്കോണമിയിൽ ഈ വ്യാപാര ചർച്ചയും അതിൻ്റെ പരിസമാപ്തിയും വലിയ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. ഇന്തോനേഷ്യ ലോകത്തെ ഏറ്റവും വലിയ 4ാമത്തെ ജനപ്പെരുപ്പമുള്ള രാജ്യമാണ്. അതോടൊപ്പം തന്നെ അമേരിക്കയുമായി ദീർഘകാലമായി വലിയ രീതിയിൽ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇന്തോനേഷ്യ. അമേരിക്കയുമായി $17.9 മില്യൺ വ്യാപാര സർപ്ലസ്, ട്രേഡ് സർപ്ലസ് ഇന്തോനേഷ്യയ്ക്കുണ്ട്. അതായത് ഇന്തോനേഷ്യയ്ക്ക് അനുകൂലമായി. ഇത് തന്നെയാണ് അമേരിക്കയെ സംബന്ധിച്ച് ഇന്തോനേഷ്യയുടെ മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തി അമേരിക്കയിൽ നിന്നും കൂടി കുറച്ച് കൂടുതൽ സാധനങ്ങൾ ഇന്തോനേഷ്യയിലേക്ക് കയറ്റി അയക്കുന്ന രീതിയിലും അമേരിക്കയിലെ കോർപ്പറേറ്റുകൾക്ക് ഇതുവഴി കുറച്ചുകൂടി സഹായകരമാകുന്ന രീതിയിലും അമേരിക്ക ഈ വ്യാപാര കരാറിനെ പരുവപ്പെടുത്തിയെടുത്തത്. അമേരിക്കയുടെ കണ്ണിൽ കരടായി നിൽക്കുന്ന മറ്റൊരു ഗ്രൂപ്പ് ബ്രിക്സ് ആണ്. അമേരിക്കൻ പ്രസിഡന്റ് വലിയൊരു ഭീഷണി ഉയർത്തിയിട്ടുണ്ട്. ബ്രിക്സിലുള്ള രാജ്യങ്ങൾക്കെല്ലാം തന്നെ 10% എക്സ്ട്രാ താരിഫ് അമേരിക്ക നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കും എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു കാരണം അവർ പറയുന്നത് ബ്രിക്സിൻ്റെ കൂട്ടായ്മ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും പ്രത്യേകിച്ച് ഡോളറിനും വലിയൊരു ഭീഷണിയായി ഉയർന്നു വരുന്നുവെന്നാണ് ട്രംപിൻ്റെ കണക്കുകൂട്ടൽ. ഇതിന് കാരണങ്ങളുമുണ്ട്. ബ്രിക്സ് ഈ കഴിഞ്ഞ മാസത്തെ സമ്മേളനം കഴിയുമ്പോൾ കൂടുതൽ ശക്തമായി രാജ്യങ്ങളെ യോജിപ്പിച്ച് കൂടുതൽ രാജ്യങ്ങളെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ പ്രഭാവം ലോക സാമ്പത്തിക രംഗത്ത് ഉയർത്തിക്കൊണ്ടുവരിക എന്നൊരു നിശ്ചയദാർഢ്യം മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നു. ബ്രിക്സിനെ സംബന്ധിച്ച് ഏറ്റവും ശക്തമായൊരു നിലപാട് എടുക്കാൻ ശ്രമിക്കുന്നൊരു കാര്യം അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് അടിസ്ഥാന വിനിമയ നാണയമായ ഡോളറിനെ മാറ്റി പുതുതായ ഒരു വിനിമയ സംവിധാനം, ഒരു വെർച്വൽ സംവിധാനം കൊണ്ടുവരുവാനുള്ള ശ്രമത്തിലാണ് ബ്രിക്സ് ഇപ്പോൾ. അത്തരത്തിലൊരു സംവിധാനം നിലവിൽ വന്നാൽ വളരെ പ്രഭാവശാലിയായ ഒരു പ്രത്യാഘാതം അമേരിക്കയുടെ മേലും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ മേലും ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവ് ഒരുപക്ഷെ ട്രംപിനെ ബ്രിക്സ് രാജ്യങ്ങളുടെ മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് 10% പോലുള്ള, സർപ്രൈസിംഗ്ലി ഷോക്കിംഗ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് 10% പോലൊരു താരിഫിലേക്ക് ഇൻഡോ അമേരിക്കൻ വ്യാപാര നിരക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. 32% എന്ന ഭീഷണിയെ മറികടന്നുകൊണ്ട് 19% ഇന്തോനേഷ്യ സെറ്റിൽ ചെയ്ത സ്ഥിതിക്ക് ഇന്ത്യക്ക് കുറച്ചുകൂടി സക്രിയമായി ഈ ചർച്ചയിൽ ഇടപെട്ട് നമ്മുടെ ശക്തി തെളിയിച്ച് താരിഫ് 10% അടുത്ത് കൊണ്ടുവരാൻ കഴിയുമോ എന്ന ചിന്ത ഇന്ത്യയെ ഇപ്പോഴും മുന്നോട്ട് നയിക്കുന്നു. ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത് വിപണനം ചെയ്യുക എന്ന തത്വത്തിനോട് അധികം അംഗീകരിക്കാതെ വിദേശ രാജ്യങ്ങളും കോർപ്പറേറ്റുകളും ഇന്ത്യയിൽ വന്ന് നിക്ഷേപം മുതൽ മുടക്കി ഇവിടെ സ്ഥാപനങ്ങൾ തുടങ്ങി ഉൽപ്പാദനം ഉണ്ടാക്കട്ടെ എന്നാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. അത് അത്ര എളുപ്പമല്ല. ഇത് മേക്കിംഗ് ഇന്ത്യ എന്നൊരു കോൺസെപ്റ്റ് തന്നെ കഴിഞ്ഞ 10 വർഷമായി നിലനിൽക്കുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ ചൈന പോലുള്ള രാജ്യത്ത് അധികമായി മൂലധന നിക്ഷേപം നടത്തുന്ന പോലെ കമ്പനികൾ ഇന്ത്യയിൽ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് മൂലധന നിക്ഷേപത്തിന് മുന്നോട്ട് വരുന്നില്ല. അമേരിക്കയിലെ പല ഉൽപ്പന്നങ്ങളും ഇന്ത്യയുടെ വിപണിയിൽ വിറ്റഴിക്കാൻ വേണ്ടി വെമ്പി നിൽക്കുകയാണ്. അവർക്ക് താരിഫ് കുറഞ്ഞ ഒരു ട്രേഡ് കാലഘട്ടത്തിലാണ് മുന്നോട്ട് നോക്കിക്കാണുന്നത്. ട്രംപിൻ്റെ തന്നെ അടുത്ത സുഹൃത്തായിരുന്ന എലോൺ മസ്കിൻ്റെ കമ്പനി ടെസ്ല കാറുകൾക്കുള്ള
ഷോറൂമുകൾ ബോംബെയിൽ ഇതിനകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം അവർ ബോംബെയിൽ തുടങ്ങി, ഡൽഹിയിലും തുടങ്ങാനുള്ള പ്ലാനിങ്ങിലാണ്. ഈ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിനിടയിൽ കൂടി വേണം ഇത്തരത്തിലൊരു ട്രേഡ് നെഗോസിയേഷൻ ഇന്ത്യക്ക് അമേരിക്കയുമായി നടത്തി താരിഫ് എത്രയധികം കുറച്ചു കൊണ്ടുവരാനാകുമോ അത്രയ്ക്കും കുറച്ചു കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങൾ നടത്തേണ്ടത്. നാം എപ്പോഴും പറയാറുള്ള മൈ ഫ്രണ്ടായ ഡൊണാൾഡ് ട്രംപ് ഇത്തവണ ഇന്ത്യക്ക് വേണ്ടി എത്രയ്ക്ക് കനിയും എന്നുള്ളത് കൂടി നാം ഇത്തവണ തെളിയിച്ചെടുക്കേണ്ടതുണ്ട്. ഏതായാലും ഇന്ത്യൻ സംഘം വ്യാപാര ചർച്ചകളിൽ വളരെ ആശാവഹമായ മനസ്ഥിതിയോടെയാണ് മുന്നോട്ട് നിൽക്കുന്നത്. ഓഗസ്റ്റ് 1 എന്ന ഡെഡ് ലൈൻ വിഷമകരമായ പ്രതിസന്ധികൾ ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളിൽ ഒരു പുതിയ പ്രഭാതമുണ്ടാകും. സമ്മർദ്ദങ്ങൾക്കും പിടിവാശികൾക്കുമൊക്കെ ഒഴിവ് നൽകും എന്ന പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്, ഇരു രാജ്യങ്ങളിലുള്ളവർക്കും.